എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ ധാരാളം പണം വരണമെന്ന് കരുതിയിട്ട്, നമ്മുടെ ധനം എന്നും നിലനിൽക്കണമെന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഈ ലാഫിംഗ് ബുദ്ധയുടെ ചെറിയ രൂപങ്ങൾ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ കുബേരനാണെന്ന് കരുതിയിട്ട്, കുബേര പ്രതിമയാണെന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്ലേറ്റിൽ കുറച്ച് നാണയം വെച്ചിട്ട് ആ നാണയത്തിൻ്റെ മുകളിൽ ഈ ലാഫിംഗ് ബുദ്ധേനെ വെച്ച് പൂജിക്കുന്ന ആ സ്ഥലത്ത് പൂജാമുറിയിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാഫിംഗ് ബുദ്ധേനെ അവിടെ നിന്ന് എടുത്തൊന്ന് മാറ്റി നോക്കൂ. നമ്മുടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മണി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. കാരണം ലാഫിംഗ് ബുദ്ധ ലിവിങ് റൂമിൽ കിഴക്കോട്ട് ദർശനമായിട്ടോ അല്ലെങ്കിൽ വടക്കോട്ട് ദർശനമായിട്ടോ വെക്കുന്നതാണ് ഉചിതമായിട്ടുള്ള കാര്യം. അതല്ലാണ്ട് നമ്മൾ പൂജാമുറിയിൽ വെച്ച് പൂജിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അതൊന്ന് മാറ്റിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. കാരണം നിരവധി ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്ന ആളുകൾ അതവിടുന്ന് മാറ്റിയപ്പോൾ അവരുടെ നിരവധിയായിട്ടുള്ള മണി ബ്ലോക്കുകൾ മാറിക്കിട്ടാൻ തുടങ്ങി. നേരിട്ട് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആരെങ്കിലും ഇങ്ങനെ അബദ്ധവശാൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നന്നായി വരണമല്ലോ, എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും നന്നായിരിക്കണമല്ലോ, നടന്നു കിട്ടണമല്ലോ. അപ്പോൾ ഈ അനുഭവം മറ്റു പലരും പറഞ്ഞു കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നോക്കൂ. ആ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പലരും ഈ ഒരു ലാഫിംഗ് ബുദ്ധനെ തെറ്റായ രീതിയിൽ ഇതുപോലെ വെച്ചതുകൊണ്ടാണ് അവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നോക്കൂ. എല്ലാ വിധത്തിലുള്ള അത് നമ്മളെ പൂജാമുറിയിൽ നിന്ന് മാറ്റി ലിവിങ് റൂമിലേക്ക് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണ വിളക്ക് കൊളുത്തുന്ന സ്ഥലങ്ങളിൽ വെക്കുന്നത് ഉചിതമല്ല. അതുപോലെ നമുക്കിത് നമ്മൾ കുബേരനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുബേരൻ്റെ ഫോട്ടോ നമുക്ക് വാങ്ങാൻ കിട്ടും ധാരാളമായിട്ട്. കുബേരൻ്റെ രൂപം ഇങ്ങനെയല്ല, നമ്മൾ വൈശ്രവണൻ്റെ രൂപം ഇതുപോലെയല്ല. ആ ഫോട്ടോ ഞാൻ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വയ്ക്കാം. അപ്പോൾ കുബേരൻ്റെ ഫോട്ടോ നമുക്ക് വാങ്ങി ആ ഫോട്ടോ നമ്മൾ സാധാരണ ലക്ഷ്മിയുടെയും വിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെ ഒക്കെ ഫോട്ടോ വെക്കാറില്ലേ, അതുപോലെ നമുക്ക് കുബേരൻ്റെ ഫോട്ടോ നമ്മുടെ പൂജാമുറിയിൽ വെക്കാം. പക്ഷേ ഈ കുബേരൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന ഈ പ്രതിമ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കുബേരൻ്റെ ഫോട്ടോ നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പണസംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.